നമ്മുടെ കാൽക്കീഴിലുള്ള അഗാധമായ സമുദ്രവും തലയ്ക്ക് മുകളിലുള്ള അനന്തമായ പ്രപഞ്ചവും സങ്കല്പിക്കുക. രണ്ടും ഇരുണ്ടതും ഒരുപാട് ദൂരം നീണ്ടു പരന്ന് കിടക്കുന്നതുമായ ലോകങ്ങളാണ്. രണ്ടും ഒരുപോലെ അപകടകാരികളാണ്, നിശബ്ദമാണ്. ഇവയെ മനുഷ്യൻ ഒരിക്കലും കണ്ടെത്തരുത് എന്നുള്ള തരത്തിൽ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചതുപോലെ തോന്നും. ഇതിനെ നമ്മൾ ഒന്ന് ആഴക്കടലെന്നും മറ്റതിനെ ബഹിരാകാശവും എന്നും വിളിക്കുന്നു. ഡീപ് സീ ആൻഡ് സ്പേസ്. എന്നാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവയ്ക്ക് രണ്ടുപേർക്കും ചില സാമ്യതകളുണ്ട്. ഇന്ന് നമ്മൾ ഒരു യാത്ര ആരംഭിക്കുകയാണ്. കാലത്തിലൂടെ സഞ്ചരിച്ച് ഇവ രണ്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ പരിശോധിച്ച് നോക്കാം. നമ്മൾ ബഹിരാകാശ യാത്രികരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിനും വളരെ മുൻപ് തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് സ്വയം ഇറങ്ങിച്ചെല്ലാനുള്ള ശ്രമങ്ങൾ മനുഷ്യൻ നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു. വർഷം 1960. ജാക്ക് പിക്കാർഡ്, ഡോൺ വാൾഷ് എന്ന് പറയുന്ന രണ്ടു മനുഷ്യർ ഒരു കാറിൻ്റെ മുൻ സീറ്റിനേക്കാൾ വീതിയില്ലാത്ത ഒരു ഉരുണ്ട സ്റ്റീൽ പേടകത്തിനകത്തേക്ക് കയറി. അതിൻ്റെ പേര് ബാത്തിസ്കാഫ് ട്രിയസ്റ്റ. അവരുടെ ലക്ഷ്യസ്ഥാനമോ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമായിട്ടുള്ള മരിയാന ട്രെഞ്ച് എന്ന കടലിൻ്റെ അടിയിലുള്ള കിടങ്ങ്. നമ്മൾ എവറസ്റ്റ് കൊടുമുടിയെ പോലും എടുത്ത് അതിലിട്ടാൽ അതിൻ്റെ ടോപ്പ് ഭാഗം വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്ന അത്രയും ആഴമുള്ള ഒരിടമാണ് മരിയാന ട്രെഞ്ച്. ഏകദേശം 5 മണിക്കൂറോളം അവർ താഴേക്ക് മുങ്ങാൻ തുടങ്ങി. ഓരോ മീറ്റർ ദൂരം കഴിയും തോറും മർദ്ദം വർദ്ധിച്ച് വന്നു. 10 മീറ്റർ കൂടുമ്പോഴാണ് ഓരോ അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ ഒരു ATM എന്നുള്ള നിരക്കിന് മർദ്ദം ഉയരുന്നത്. ഏറ്റവും അടിത്തട്ടിലോ സമുദ്രനിരപ്പിൽ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ 1000-ലധികം മടങ്ങ് മർദ്ദമാണ് മരിയാന ട്രെഞ്ചിൻ്റെ ഏറ്റവും അടിഭാഗത്തെത്തുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന പേടകങ്ങളിൽ അനുഭവപ്പെടുക. ഒരു ആണവ അന്തർവാഹിനി അഥവാ മുങ്ങിക്കപ്പലിനെ കടലാസ് പോലെ ഞെരിച്ചമർത്താൻ ശേഷിയുള്ളത്ര ശക്തമാണ് അതിനടിയിൽ വെള്ളത്തിനുണ്ടാകുന്ന മർദ്ദം. ഒരു ചെറിയ ഉരുക്ക് ഗോളത്തിനകത്തിരുന്നു കൊണ്ട് പിക്കാർഡ് തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: ഞങ്ങൾ വലിയ എന്തോ ഒരു പൊട്ടൽ കേട്ടു. പുറത്തെന്തോ ഒന്ന് തകർന്നിരിക്കുകയാണ്. പക്ഷേ അവർ യാത്ര തുടർന്നു. 10,916 മീറ്റർ താഴ്ചയിലേക്ക്. ഒരു മനുഷ്യനും ചരിത്രത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരിടത്തേക്ക്. അവിടെ അവരെന്താണ് കണ്ടെത്തിയത്? ഒരു മത്സ്യം. അത് ജീവനോടെ നീന്തുന്നു. വെളിച്ചമില്ലാത്ത, ചൂടില്ലാത്ത, വായുവില്ലാത്ത ഒരു ലോകത്താണത് സംഭവിച്ചിരിക്കുന്നത്. അതേ കാലഘട്ടത്തിൽ അതിൻ്റെ അതിർത്തിയുടെ മറ്റേ അറ്റത്ത് റഷ്യ അഥവാ അന്നത്തെ USSR ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1961 യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മനുഷ്യനായി മാറി. ഒരു ബാത്ത് ടബിനേക്കാൾ ചെറിയ പേടകമായ വോസ്റ്റോക്ക് 1 അദ്ദേഹം ബഹിരാകാശത്തേക്ക് പോയത്. അതിന് ആഡംബരം ഒന്നും ഉണ്ടായിരുന്നില്ല, അത്രത്തോളം സുരക്ഷിതവുമായിരുന്നില്ല. എന്നാൽ അത് പ്രവർത്തിച്ചു. അദ്ദേഹം ശൂന്യമായിട്ടുള്ള മർദ്ദം, അതിശൈത്യം, ഒരു വാക്വത്തിനുള്ളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുന്ന സീറോ ഗ്രാവിറ്റി അനുഭവം എന്നിവയൊക്കെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. ഒരൊറ്റ പിഴവ് സംഭവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേടകം പൊട്ടിത്തെറിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം രക്തം തിളച്ചു പോയി മരിക്കുമായിരുന്നു. ബഹിരാകാശം അങ്ങനെയാണ് നിങ്ങളെ കൊല്ലുന്നത്. അത് കത്തിക്കുകയോ ഞെരിക്കുകയോ അല്ല, പകരം നിശബ്ദമായി ബാഷ്പീകരിക്കുന്നു. ഒരു ദൗത്യം താഴേക്ക് പോയി, മറ്റൊരു ദൗത്യം മുകളിലേക്ക് പോയി. രണ്ടും മനുഷ്യ ശരീരത്തിൻ്റെ അതിരുകളെ പരീക്ഷിക്കുന്നതായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ജീവന് നിലനിൽക്കാൻ കഴിയുമെന്ന് 2 പരീക്ഷണങ്ങളും അക്കാലത്ത് വെളിപ്പെടുത്തി. എന്നാൽ ഓരോ വിജയത്തിനും പിന്നിൽ ദുരന്തങ്ങൾ കൂടിയുണ്ട്. 2023 ജൂൺ ഒരു കൂട്ടം സമ്പന്നരായ സാഹസികർ ടൈറ്റൻ സബ്മർസിബിളിൽ കയറി മുങ്ങിപ്പോയ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളെ പഠിക്കാൻ വേണ്ടി താഴേക്ക് പോയി. ഒരു ചെറിയ പേടകം. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അത് നിർമ്മിച്ചിരുന്നത്. ഒരു വീഡിയോ ഗെയിം കൺട്രോളർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അത് നിയന്ത്രിച്ചിരുന്നത്. പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി. അത് യാത്ര ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ 3800 മീറ്റർ ആഴത്തിൽ വടക്കൻ അറ്റ്ലാന്റിക്കിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനിടയ്ക്ക് പെട്ടെന്ന് റേഡിയോ സന്ദേശം നിലച്ചു. സ്ഫോടനമില്ല, നിലവിളികളില്ല, നിശബ്ദത മാത്രം. ദിവസങ്ങൾക്ക് ശേഷം അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതിഭീകരമായ മർദ്ദത്തിൽ ടൈറ്റൻ ഉൾവലിഞ്ഞ് തകർന്നിരിക്കുന്നു. നിമിഷ നേരം കൊണ്ട് 5 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. 2003 കൊളംബിയ സ്പേസ് ഷട്ടിൽ ഭൂമിയിലേക്ക് മടങ്ങുകയായിരുന്നു. എന്നാൽ വിക്ഷേപണ സമയത്ത് ഒരു കഷ്ണം ഫോം അതിൻ്റെ താപ കവചത്തിന് കേടുപാടുകൾ വരുത്തിയിരുന്നു. അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ചുട്ടുപഴുത്ത വാതകങ്ങൾ പേടകങ്ങൾക്കുള്ളിലേക്ക് ഇരച്ചു കയറി. ഉള്ളിലുണ്ടായിരുന്ന ബഹിരാകാശ യാത്രികർക്ക് ക്ഷണനേരം പോലും ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ അവരെ കത്തിച്ചു കളഞ്ഞു.
സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഞെരിഞ്ഞമരുക, ആകാശത്ത് വെന്തുരുകുക. ബഹിരാകാശവും കടലും രണ്ടും മനോഹരവും ഒരേ സമയം ക്രൂരവുമാണ് എന്ന് തെളിയിക്കാൻ ഈ ഉദാഹരണങ്ങൾ തന്നെ ധാരാളമാണ്. ഗവേഷണ കപ്പലായ നോറിൽ ശാസ്ത്രജ്ഞർ DAC ആൽവിൻ എന്ന പേടകം വിന്യസിക്കുന്നു. അവരുടെ ദൗത്യം എന്താണ്? പസഫിക് സമുദ്രത്തിലെ മധ്യ സമുദ്ര പർവ്വത നിരകൾ പര്യവേക്ഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു. അവർ കണ്ടെത്താൻ പോകുന്നത് ലോകത്തെ മാറ്റിമറിക്കുന്നതായിരിക്കണം. ആ പരീക്ഷണത്തിൽ ഹൈഡ്രോ തെർമൽ വെൻറ്റുകൾക്ക് സമീപം അവർ ജീവജാലങ്ങളെ കണ്ടെത്തുന്നു. ഭീമൻ ട്യൂബ് പുഴുക്കൾ, കണ്ണില്ലാത്ത ചെമ്മീനുകൾ, ഫുട്ബോളിൻ്റെ വലിപ്പമുള്ള ചിപ്പികൾ. അവ എങ്ങനെ ജീവനോടെ ഇരിക്കുന്നു? അവിടെയെങ്ങും സൂര്യപ്രകാശമില്ലായിരുന്നു, സസ്യങ്ങളില്ലായിരുന്നു. ഭൂമിയുടെ പുറന്തോടിൽ നിന്നും ചുട്ടുപഴുത്ത കറുത്ത വെള്ളം പുറത്തേക്ക് ചീറ്റുന്നതിൻ്റെ ഊർജമായിരുന്നു ഈ ജീവജാലങ്ങളുടെ അടിസ്ഥാനം. ഇവ കീമോസിന്തസിസ് വഴിയാണ് അതിജീവിക്കുന്നത്. അതായത് രാസവസ്തുക്കളെ ജീവന് വേണ്ടിയിട്ടുള്ള ഊർജമായി പരിവർത്തനപ്പെടുത്തുന്നു. ബഹിരാകാശത്ത് നമ്മൾ യൂറോപ്പ, അതായത് വ്യാഴത്തിൻ്റെ ഉപഗ്രഹം, എൻസലാഡസ്, അതായത് ശനിയുടെ ഉപഗ്രഹം എന്നിവിടങ്ങളിൽ ഐസിനടിയിൽ സമുദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നാസയുടെ ബഹിരാകാശ പേടകങ്ങൾ നീരാവിയുടെ ധൂളികൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും ഹൈഡ്രോ തെർമൽ വെൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഭൂമിയുടെ ഏറ്റവും ആഴം കൂടിയ ജിയോ തെർമൽ വെൻറ്റുകളിലും അതിൽ നിന്ന് വരുന്ന കറുത്ത ജലത്തിലും ജീവൻ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അവരുടെ സമുദ്രങ്ങളിലും ജീവൻ നിലനിന്നുകൂടാ? ചിലപ്പോൾ അന്യഗ്രഹ ജീവികളെ മനസ്സിലാക്കാൻ നമ്മൾ നക്ഷത്രങ്ങളിലേക്ക് നോക്കേണ്ടതില്ല, നമ്മുടെ കാൽക്കീഴിലേക്ക് നോക്കിയാലും മതി എന്നാണ് പറഞ്ഞു വരുന്നത്. അപകട സാധ്യത വളരെ കൂടുതലായി നിലനിൽക്കുമ്പോഴും പരിസ്ഥിതി തീർത്തും പ്രതികൂലമായി മാറുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മനുഷ്യരെ ഇത്തരം ഗോളങ്ങളിലേക്ക് അയക്കില്ല. പകരം യന്ത്രങ്ങളെ അയക്കും. ആഴക്കടലിലും ആഴമേറിയ ബഹിരാകാശത്തും നമുക്ക് യന്ത്രങ്ങളുടെ കണ്ണുകളുമായി പൊരുത്തപ്പെടേണ്ട കാലഘട്ടമാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ കൈകളായി യന്ത്ര കൈകൾ മാറുന്നു. നമ്മുടെ ഓർമ്മകളായി അവരുടെ പ്രവർത്തനങ്ങളും മാറുന്നു. ഇത്തരത്തിലുള്ള അപകട സാധ്യതകൾ ഏറ്റെടുക്കുന്ന ചില മിഷനുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മൾ ഡസൻ കണക്കിന് റോബോട്ടിക് സബ്മെർസിബിളുകളെ അയച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ ലക്ഷ്യവും ദൗത്യവും ഒക്കെ തന്നെ ഡിഫറൻ്റാണ്. എന്നാൽ അവയിലൊക്കെ തന്നെ ക്യാമറ ലെൻസും യന്ത്ര കൈകളുമൊക്കെ ഉണ്ടാകാനാണ് സാധ്യത. എന്നാൽ ഒരു പേര് വേറിട്ട് നിൽക്കുന്നുണ്ട്: ROV ഹെർക്കുലീസ്. ഓഷ്യൻ എക്സ്പ്ലോറർ ട്രസ്റ്റ് പ്രവർത്തിപ്പിക്കുന്ന ഹെർക്കുലീസ് തിരമാലകൾക്ക് കീഴിൽ ആയിരക്കണക്കിന് മീറ്റർ താഴ്ചയിലേക്ക് മുങ്ങുന്ന ഒരു പേടകമാണ്. അതിൻ്റെ ദൗത്യം നഷ്ടപ്പെട്ട നഗരങ്ങൾ, മുങ്ങിയ യുദ്ധക്കപ്പലുകൾ എന്നിവ കണ്ടെത്തുക. ഒരു ഡൈവിങ്ങിനിടെ ഹെർക്കുലീസ് ഉപരിതലത്തിൽ നിന്നും മൈലുകൾക്കടിയിൽ ഇരുട്ടിൽ പിങ്ക് നിറത്തിൽ തിളങ്ങുന്ന ഒരു ബബിൾഗം പവിഴപ്പുറ്റ് വനം തന്നെ കണ്ടെത്തിയിരുന്നു. മറ്റൊന്നിൽ അത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ഒരു വിമാനവാഹിനി കപ്പൽ കണ്ടെത്തി. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ സമയത്തിൽ തണുത്തുറഞ്ഞ ഒരു പ്രേതം പോലെ നിശബ്ദമായി അവയൊക്കെ തന്നെ വിശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗിയർ മാറ്റാം, ചൊവ്വയിലേക്ക് ഇറങ്ങാം. ക്യൂരിയോസിറ്റിയും പെർസെവറൻസും ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും നൂതനമായ 2 റോവറുകളാണ്. ക്യൂരിയോസിറ്റി 2012 ഗേൽ ക്രേറ്ററിൽ ഇറങ്ങി. ഒരു കാലത്ത് വെള്ളം നിറഞ്ഞിരുന്ന ആ പ്രദേശം പരിവേഷണം ചെയ്യാനുള്ള ദൗത്യമാണ് അത് ആരംഭിച്ചത്. പെർസീവറൻസ് 2021 ജസീറോ ക്രേറ്ററിലാണ് ഇറങ്ങിയത്. അതിൻ്റെ ലക്ഷ്യം കഴിഞ്ഞകാല സൂക്ഷ്മജീവികളുടെ അടയാളങ്ങൾ കണ്ടെത്തുക. ലേസർ സ്പെക്ട്രോമീറ്ററുകൾ, ഡ്രില്ലറുകൾ, ഹെലികോപ്റ്റർ ഡ്രോണുകൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ റോവറുകൾ വെറും നിരീക്ഷകരല്ല. അവ ടൈറ്റാനിയത്തിൽ പൊതിഞ്ഞ ആസ്ട്രോ ജിയോളജിസ്റ്റുകളും കെമിസ്റ്റുകളും പരിവേഷകരുമാണ്. അവ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പുരാതന നദീതടങ്ങൾ, ഓർഗാനിക് തന്മാത്രകൾ, ചൊവ്വയിൽ ഒരു കാലത്ത് ജീവൻ ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ എന്നിവയൊക്കെ തന്നെ. ഒന്ന് ഇരുട്ടിലേക്ക് ഊളിയിടുന്നു, മറ്റൊന്നിലേക്ക് പൊടിയിലേക്ക് ഉരുളുന്നു. രണ്ടും മനുഷ്യ ജീവിതത്തെ തിരസ്കരിക്കുന്ന പരിസ്ഥിതികളോട് പോരാടിക്കൊണ്ട് നമുക്ക് വേണ്ടി കഥകളും കാര്യങ്ങളും പറയുന്നു. നമ്മൾ എത്രത്തോളം ആഴങ്ങളിലേക്ക് പോകുന്നുവോ, കടലിലോ ബഹിരാകാശത്തോ ആയിക്കോട്ടെ, മനുഷ്യേതരമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നത്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പോകുന്നത് പരിശീലിക്കാനും ബഹിരാകാശ യാത്രികരുടെ അവസ്ഥകൾ മനസ്സിലാക്കാനും നമുക്ക് വെള്ളത്തിനടിയിൽ പോകാൻ കഴിയും. ഉദാഹരണത്തിന്, നീമോയിലേക്ക് സ്വാഗതം. നാസ എക്സ്ട്രീം എൻവയോൺമെൻറ്റ് മിഷൻ ഓപ്പറേഷൻസ് എന്ന ഈയൊരു മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബഹിരാകാശ യാത്രികരെ ഫ്ലോറിഡ തീരത്തിനടുത്തുള്ള അക്വേറിയസ് എന്ന വെള്ളത്തിനടിയിലെ ലബോറട്ടറിയിൽ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഒറ്റപ്പെടൽ, ഓക്സിജൻ്റെ പരിമിതികൾ, കൂടാതെ ന്യൂട്രൽ ബയോയൻസി, അതായത് സൂക്ഷ്മ ഗുരുത്വാകർഷണ ബലത്തെ അനുകരിക്കുക എന്നിവ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളെ സിമുലേറ്റ് ചെയ്യാൻ തക്ക ആഴമുള്ള ജലം നിറഞ്ഞ ഒരു ഫെസിലിറ്റിയാണിത്. അവർ ഇവിടെ ബഹിരാകാശത്ത് പോകുന്നത് പോലെയുള്ള സ്യൂട്ടുകൾ ധരിക്കുന്നു, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലിക്കുന്നു, സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ സിമുലേറ്റഡ് സ്പേസ് വാക്ക് നടത്തുന്നു. എന്നാൽ നിമോ ആദ്യത്തേതായിരുന്നില്ല. നമുക്ക് 1960കളിൽ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ അധികം അറിയപ്പെടാത്തൊരു അധ്യായമുണ്ട്: സീ ലാബ്.
US നേവി വെള്ളത്തിനടിയിൽ നടത്തിയിരുന്ന പരീക്ഷണങ്ങളും അവിടെ ഉണ്ടാക്കിയ വാസസ്ഥലങ്ങളെയുമാണ് സീലാബ് എന്ന് പറയുന്നത്. അവിടെ അക്വാനോട്ടുകൾ ആഴ്ചകളോളം താമസിച്ചിരുന്നു. സീലാബ് 1, 2, 3 എന്നിവ മനുഷ്യർക്ക് കടലിനടിയിൽ സ്ഥിരമായി ജീവിക്കാനും ജോലി ചെയ്യാനും കഴിയുമോ എന്ന് പരീക്ഷിക്കുന്നതായിരുന്നു. അവർ ഉയർന്ന മർദ്ദമുള്ള പരിസ്ഥിതികളിൽ മാനസികമായി ഒറ്റപ്പെടാനും ഹീലിയം കാരണം ശബ്ദത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനുമൊക്കെ പരിശീലിക്കുന്നുണ്ടായിരുന്നു. ഒരു മുൻ ബഹിരാകാശ യാത്രികനായിട്ടുള്ള സ്കോട്ട് കാർപ്പൻ്റർ എന്ന അക്വാനട്ട് അതിനെ വിളിച്ചത് ഞാൻ അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനുഷ്യൻ്റെ സഹനശേഷിയുടെ വലിയ പരീക്ഷണമെന്നാണ്. എന്നാൽ സീലാബ് 3 ദുരന്തത്തിൽ അവസാനിച്ചു. അവിടെ ഒരു ചോർച്ചയുണ്ടായി. ഒരു മുങ്ങൽ വിദഗ്ധൻ മരിച്ചുപോയി. പദ്ധതി റദ്ദാക്കി. കടലിലും ബഹിരാകാശത്തും ജീവൻ നമുക്ക് ഭീഷണിയായി മാറുന്ന സ്ഥലത്ത് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. പരിമിതമായ ഇടങ്ങളിൽ എങ്ങനെ അതിജീവിക്കാം, വായു എങ്ങനെ പുനരുപയോഗിക്കാം, മനുഷ്യൻ്റെ മാനസിക സമനില എങ്ങനെ നിലനിർത്താം എന്നെല്ലാം സമുദ്രങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പാഠങ്ങൾ ഇപ്പോൾ ചൊവ്വയിലേക്കുള്ള വഴിയിലാണ്. ഒരു വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും: ഭൂമിയിലെ സമുദ്രങ്ങളെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ചൊവ്വയുടെ ഉപരിതലത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും. അത് ശരിയാണ്. അതിനാൽ 2017 ശാസ്ത്രജ്ഞർ സീബെഡ് 2030 എന്ന ദൗത്യം ആരംഭിച്ചു. അതിൻ്റെ ലക്ഷ്യം 2030 സമുദ്രത്തിൻ്റെ അടിത്തട്ടിൻ്റെ 100% മാപ്പ് ചെയ്യുക. മൾട്ടി ബീം സോണാർ, ഓട്ടോണോമസ് അണ്ടർ വാട്ടർ ഡ്രോണുകൾ, കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ഡാറ്റ ശേഖരിക്കൽ എന്നിവയൊക്കെ തന്നെ അവർ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമുദ്രങ്ങളുടെ ഗൂഗിൾ എർത്ത് പദ്ധതി നിർമ്മിക്കുകയാണ്. ഓരോ കിടങ്ങുകളും ഓരോ പർവ്വതനിരയും ഓരോ കടൽക്കുന്നുകളും പിക്സലുകൾ ആഴത്തിൽ പഠിച്ച് അതിൻ്റെ രേഖകളിലും അടയാളപ്പെടുത്തുകയും ബഹിരാകാശത്ത് ഗയ പോലെയുള്ള പേടകങ്ങളുടെ സഹായത്തോടു കൂടി പ്രപഞ്ചത്തിനെ നമ്മൾ മാപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് പ്രപഞ്ചത്തിലെ താരാപഥങ്ങളുടെ സ്ഥാനം, പ്രകാശത്തിൻ്റെ തീവ്രത, ചലനം, പ്രായം എന്നിവ പോലും ട്രാക്ക് ചെയ്യുന്നതാണ്. ഗേയുടെ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് പുതിയ നക്ഷത്ര വ്യവസ്ഥകൾ കണ്ടെത്താനും ഗാലക്സികളുടെ ചലനം മനസ്സിലാക്കാനും തമോദ്രവ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കും. ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വിശാലമായ താരാപഥത്തിൻ്റെ ഭൂപടമാണ് ഗേ ഉണ്ടാക്കുന്നത്. സോ ആഴക്കടലിനെയും ബഹിരാകാശത്തെയും പരിവേഷകർക്ക് ഒരേപോലെയാണ് പോരാടേണ്ടി വരുന്നത്. 200 മീറ്ററിനപ്പുറം പൂർണ്ണമായ പ്രകാശമില്ലായ്മയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. ഫ്ലഡ് ലൈറ്റുകൾ, സോണാർ, ബയോലൂമിനസെൻസ് സെൻസറുകൾ എന്നിവ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോകാൻ ആവശ്യമുണ്ട്. ബഹിരാകാശത്ത് ഇൻഫ്രാറെഡ് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് ഇരുട്ടിനെ തുളച്ച് കയറുന്നത്. ഈ അന്വേഷണത്തിൻ്റെ കേന്ദ്രത്തിൽ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഉണ്ട്. JWST സാധാരണ ക്യാമറകൾ പോലെ അല്ല പ്രവർത്തിക്കുന്നത്. അത് ഇൻഫ്രാറെഡിലാണ് കാണുക. പൊടിപടലങ്ങൾ നിറഞ്ഞ നക്ഷത്രങ്ങൾ, തമോഗർത്തങ്ങൾ, മഹാവിസ്ഫോടനത്തിന് ശേഷം രൂപം കൊണ്ട ആദ്യത്തെ ഗാലക്സിയുടെ പ്രകാശം എന്നിവയാണ് JWST വെളിപ്പെടുത്തുന്നത്. അതേസമയം ഡീപ്പ് ഡിസ്കവറർ അല്ലെങ്കിൽ സീരിയസ് പോലെയുള്ള റോബോട്ടിക് റോവറുകൾ കടലിൻ്റെ അടിത്തട്ടിൽ അൾട്രാസോണിക് പൾസുകളും ഹൈ ഡെഫിനിഷൻ ഒപ്റ്റിക്സുകളും ഉപയോഗിച്ചുകൊണ്ട് കറുത്ത കലങ്ങിയ വെള്ളത്തിലൂടെ സമുദ്രത്തിൻ്റെ അടിത്തട്ട് സ്കാൻ ചെയ്യുന്നു. പൂർണ്ണമായ അന്ധകാരത്തിൽ കാണാൻ വേണ്ടിയാണത്. നമ്മൾ വ്യത്യസ്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, എന്നാൽ ലക്ഷ്യം ഒന്നു തന്നെയാണ്: പ്രപഞ്ചവും ഭൂമിയും. നമ്മൾ കാണരുതെന്ന് എന്താണോ കരുതിയിരുന്നത് അത് വെളിപ്പെടുത്തുക. നമ്മൾ നക്ഷത്രങ്ങളെ പരിവേഷണം ചെയ്തു എന്ന് പറയുന്നു, എന്നാൽ നമ്മുടെ സ്വന്തം സമുദ്രങ്ങൾ ഒരു രഹസ്യമായി തുടരുകയാണ്. എന്നിട്ടും ഒന്നിനു വേണ്ടി നമ്മൾ നിർമ്മിച്ച ഉപകരണങ്ങൾ മറ്റൊന്നിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മൾ താഴേക്കോ പുറത്തോട്ടോ എങ്ങോട്ട് പരിവേഷണം നടത്തിയാലും മനുഷ്യരെല്ലാം ഒരേ വർഗമാണ്. നമ്മളൊക്കെ തന്നെ കാർബണും സോഡിയവും നൈട്രജനും ജിജ്ഞാസയും ഒക്കെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവരാണ്. ഓരോ മുങ്ങലിലും രഹസ്യങ്ങളിലേക്ക് ഊളിയിടുന്നവരാണ്. ഓരോ വിക്ഷേപണത്തിലും ഇരുട്ടിൽ നിന്നും പ്രപഞ്ച രഹസ്യം കാണാൻ ശ്രമിക്കുന്നവരാണ്. സോ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളും നമ്മുടെ ഭൂമിയുടെ കടലിൻ്റെ അടിത്തട്ടും ഒരുപോലെ അന്നും ഇന്നും എന്നും വിചിത്രമാണ്.